ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്രീമി പെപ്പർ മട്ടൺ കറിയാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് മട്ടൺ കറി എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ നോർമൽ മട്ടൺ കുറുമയിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾക്ക് പാർട്ടികളിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ കറിക്കായിട്ട് ഞാൻ ആദ്യം ഒരു ക്രീമി പേസ്റ്റ് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് ഒരു 10 മുതൽ 15 വരെ കാഷ്യൂ നട്ട്സ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ ഞാൻ ഒരു 1 മുതൽ 2 ടീസ്പൂൺ വരെ കസൂരി മേത്തി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു റോസ്റ്റഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാനൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഈവൻ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഈ കറിക്ക് മാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിൽ ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതിനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മുടെ അനിയൻസിൻ്റെ ഒക്കെ കളർ നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും ഡീപ്പ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അതിന് ശേഷം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ സെയിം ഓയിലിൽ തന്നെ നമ്മളൊരു 2 കഷ്ണം ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്തേക്കുന്നത്, അതും കൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി, ഒത്തിരി ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മതി. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 4 മുതൽ 5 അല്ലി വെളുത്തുള്ളിയും, വലിയ അല്ലി വെളുത്തുള്ളിയാണ് യൂസ് ചെയ്തേക്കുന്നത്, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുക. ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോഴും ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു വലിയ തക്കാളിയുടെ ഹാഫ് പോർഷനാണ്, ഒരു പകുതി ഭാഗം അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പെപ്പർ പൗഡറുമാണ് ചേർത്തെടുക്കുന്നത്. പെപ്പർ നമ്മൾ എത്രമാത്രം നമുക്ക് ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവർ കറിയിൽ വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ 3/4 ടീസ്പൂണിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അവസാന ഭാഗം ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1-2 പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അപ്പോൾ നല്ല ഫ്രഷ്ലി പൊടിച്ച് വെച്ച ഗരം മസാല ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ മട്ടണാണ് യൂസ് ചെയ്യുന്നത്. എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം മട്ടൺ വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊന്ന് ആവശ്യത്തിനായിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി ഒന്ന് സിമ്മിലിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങനെ ഒരു
20 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. എൻ്റെ മട്ടൺ കുറച്ച് ചെറിയ മട്ടൺ ആയതുകൊണ്ടാണ് ചെറിയ ടൈം വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ വലുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വേവ് അനുസരിച്ച് അതിൻ്റെ ടൈം കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മട്ടൺ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അനിയനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മിക്സിഡ് ജാറിലോട്ട്. എന്നിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ മട്ടൺ ഒരു 20 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ അതിൻ്റെ വിസിലെടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു മട്ടൺ സൂപ്പിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ നിറയെ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ കറി നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾക്ക് ഈ കറിയുടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ വിസിലെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കാഷ്യൂ നട്ടും അനിയനും ഒക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇപ്പോൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പോർഷൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള പേസ്റ്റ് ഞാൻ ചേർത്തു. ഇനി വീണ്ടും ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് എത്രമാത്രം ആ ഒരു ഗ്രേവി വേണോ അത്രയും എത്തുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഗ്രേവിനെ കുറുക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ചുകൂടെ പെപ്പർ ചേർക്കുന്നുണ്ട്. ആ കറിയിൽ പെപ്പറിൻ്റെ ആ കുത്ത് അല്ലെങ്കിൽ ആ ഒരു പഞ്ച് വരാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ജസ്റ്റ് ക്രീമി ആയിട്ടുള്ള കറിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ പെപ്പർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കസൂരി മേത്തിയാണ്, അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ താഴെഭാഗം വരെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ താഴെ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 1-2 മിനിറ്റ് തിളപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഒന്ന് തിളക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്രമാത്രം നല്ല ക്രീമി ആയിട്ട് ഈ ഗ്രേവി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു കറിയിൽ നമ്മൾ ഒരുപാട് ഫ്രഷ് ക്രീമും അതുപോലെ കാഷ്യൂ നട്ട് പേസ്റ്റും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ സ്പൈസി ഫീൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പെപ്പറും ചില്ലീസൊന്നും ചേർത്തത് അധികം ആ ഒരു സ്പൈസി ഫീൽ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല പൊടിച്ചതും ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.